ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HDL കൊളസ്ട്രോൾ ടെസ്റ്റിനെ പറ്റിയാണ്. HDL അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. HDL കൊളസ്ട്രോളിനെ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്നു. ഇനി എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫാസ്റ്റിങ്ങിലുള്ള അല്ലെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് സാമ്പിളാണ് ടെസ്റ്റ് ചെയ്യാൻ നൽകുന്നത്. HDL കൊളസ്ട്രോൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈലിന്റെ കൂടെയോ നമുക്ക് ഇതിന്റെ അളവ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള VLDL, LDL, ട്രൈഗ്ലിസറൈഡ്സ് പോലെയുള്ള കൊളസ്ട്രോളുകൾ കൂടുന്നത് ഇവ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും അത് ക്രമേണ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷനുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനുകളെ മറികടക്കാൻ അല്ലെങ്കിൽ ഈ കൊളസ്ട്രോളുകളുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് HDL അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതിനാൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെട്ട ഒരു കൊളസ്ട്രോളാണ്. അതിനാൽ തന്നെ ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നു. ഈ HDL നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ ഉണ്ടായിരിക്കണം. ഇതിന്റെ അളവ് കുറയുന്നത് മറ്റു കൊളസ്ട്രോളുകളുടെ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളുകളുടെ അളവ് ശരീരത്തിൽ കൂടാൻ കാരണമാകുന്നു. ഇനി എങ്ങനെയാണ് ഇതിന്റെ ബ്ലഡിലെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം. 19 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലാണെങ്കിൽ 45 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലായിരിക്കണം ഇതിന്റെ അളവ് ഉണ്ടായിരിക്കണം. ഇനി 20 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണെങ്കിൽ 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ ഇതിന്റെ അളവ് ഉണ്ടായിരിക്കണം. ഇനി 20 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണെങ്കിൽ 50 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ ഇതിന്റെ അളവ് ഉണ്ടായിരിക്കണം. HDL കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ആകാറുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ കഴിയുക എന്ന് നോക്കാം. സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പുകവലിയുള്ള ആൾക്കാരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. അതേപോലെ തന്നെ എക്സസൈസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുക. ഒബേസിറ്റി അല്ലെങ്കിൽ തടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. ഈ ഫ്രൈഡ് ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, ഓയിലി ഫുഡുകൾ, ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ അത് കുറയ്ക്കുകയും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബീൻസ്, ഒലിവ് ഓയിൽ, അതേപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ഇതിന്റെ അളവ് കുറവുള്ള ആൾക്കാരിൽ ശരീരത്തിൽ ഇതിന്റെ അളവ് കൂട്ടാൻ കഴിയുന്നു.